വീട്ടിലിരുന്ന് യൂട്യൂബ് അല്ലെങ്കിൽ ഓൺലൈനിൽ ഇരുന്ന് പഠിക്കാവുന്നൊരു ചിന്താഗതിയുണ്ട്. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരെ കൊണ്ട് പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമല്ല. കാരണം ഒരു 100-ൽ 10 ആൾക്കാർക്ക് പറ്റുമായിരിക്കാം. അത്രത്തോളം ഹൈലി മോട്ടിവേറ്റഡ്, അത്രത്തോളം സാഹചര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഓക്കെ. വയസ്സൊന്നും എത്ര ഉണ്ടായിരുന്നു? ഞാൻ നേവിയിൽ ജോയിൻ ചെയ്തപ്പോൾ 17 വയസ്സായിരുന്നു. പ്ലസ് ടു കഴിഞ്ഞിട്ട് ചില ആൾക്കാരുണ്ട് ഇങ്ങനെ 7-8 മണിക്കൂറൊക്കെ ഒരു ദിവസം പഠിക്കുന്നുണ്ട്. ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവർക്ക് ആ ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ആ ഒരു ടൈം മാനേജ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു സംഘോട്ടം എടുക്കത്തില്ല. എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്തിട്ടുള്ളവർക്ക് അത് നമ്മളുടെ ഒരു GK എന്ന സബ്ജക്ട് ഈ പറയുന്ന ജനറൽ എക്സർസൈസിന് മാത്രമല്ല എല്ലാ കാൻഡിഡേറ്റ്സിനും ഇഷ്യൂസ് ഉള്ളൊരു GK എന്ന് പറയുന്ന പോർഷൻ. ഇപ്പോൾ ഈ FCA ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ IBPSന്റെ ആ എക്സാമിന്റെ മെയിൻസ് എഴുതാൻ പോയത്. ശരിക്കും ഹായ്, എല്ലാവർക്കും നമസ്കാരം. സക്സസ് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ആനന്ദരാജേട്ടനെയാണ്. അദ്ദേഹത്തിൻ്റെ സക്സസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം. എന്താണ് ആനന്ദരാജേട്ടൻ്റെ നമുക്ക് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് അറിയാം. പേരും സ്ഥലവും കാര്യങ്ങളും ഒക്കെ ഒന്ന് പറയാമോ? എൻ്റെ പേര് ആനന്ദ്രാജ്. എൻ്റെ വീട് ആയൂരാണ്. ഞാൻ നേവിയിൽ 15 വർഷം സർവീസ് കഴിഞ്ഞതിന് ശേഷം 2021 ജനുവരിയിലാണ് റിട്ടയർഡ് ആയത്. ഈ നേവിയിൽ വർക്ക് ചെയ്തപ്പോഴേ അപ്പം ഏതൊക്കെ സ്റ്റേറ്റുകളിൽ ജോലി ചെയ്തിട്ടുണ്ട് ശരിക്കും? ഞാൻ ഇനിഷ്യലി ജോയിൻ ചെയ്തത് അരക്കോണം എന്ന് പറയുന്ന ചെന്നൈക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ്. അവിടെ നേവൽ എയർ സ്റ്റേഷനാണ്. വയസ്സൊന്നും എത്ര ഉണ്ടായിരുന്നു? ഞാൻ നേവിയിൽ ജോയിൻ ചെയ്തപ്പോൾ 17 വയസ്സായിരുന്നു. പ്ലസ് ടു കഴിഞ്ഞ് ഡയറക്റ്റ് ഡിഗ്രിക്ക് ചേർന്ന് ഒരു ഫസ്റ്റ് സെമിസ്റ്റർ കഴിഞ്ഞപ്പോൾ ഞാൻ BSc കമ്പ്യൂട്ടർ സയൻസ് ആണ് ജോയിൻ ചെയ്തത്. ഫസ്റ്റ് സെമിസ്റ്റർ കഴിയാനാകുന്നതിന് മുൻപാണ് ഞാൻ നേവിയിൽ ജോയിൻ ചെയ്തത്. എനിക്ക് കിട്ടിയ ബേസിക് ട്രെയിനിങ് 6 മാസം ചിൽക്ക, ഒറീസയിൽ ചിൽക്ക അല്ലായിരുന്നു, INS ചിൽക്ക എന്നൊരു യൂണിറ്റ് ആയിരുന്നു. അവിടെയാണ് ബേസിക് ട്രെയിനിങ് 6 മാസം. അതിനുശേഷം നമുക്ക് പ്രൊഫഷൻ അലൗട്ട് ആവും. അപ്പോൾ എനിക്ക് നേവിയിൽ തന്നെ ഏവിയേഷൻ നോൺ ടെക്നിക്കൽ എന്ന് പറയുന്ന ട്രേഡ്, എയർക്രാഫ്റ്റ് ഹാൻഡലർ എന്ന ട്രേഡായിരുന്നു. അപ്പോൾ അത് ബേസിക് ട്രെയിനിങ് കൊച്ചിയിലായിരുന്നു. പിന്നെ പ്രൊഫഷണൽ ട്രെയിനിങ് കൊച്ചി തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഫസ്റ്റ് പോസ്റ്റിംഗ് ആണ് ഈ അരക്കോണം ചെന്നൈയിൽ കിട്ടിയത്. അവിടെ ഞാനൊരു ഏകദേശം ഒരു 4 കൊല്ലത്തോളം സർവീസിന് ശേഷം എനിക്ക് അവിടുന്ന് ട്രാൻസ്ഫർ വന്നു. INS 343 പോർബന്ദർ എന്ന സ്ഥലത്ത്, ഗുജറാത്തിൽ, നമ്മുടെ ഗാന്ധിജിയുടെ ബർത്ത് പ്ലേസ്, അവിടെ ഒരു നേവിയുടെ തന്നെ ഒരു എയർ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ അവിടെ ട്രാൻസ്ഫർ വന്നു. അവിടെ കമ്മീഷനിങ് ക്രൂ ആയിട്ടൊരു 1.5 കൊല്ലത്തോളം വർക്ക് ചെയ്തു. അവിടെ ഹാർഡ് സ്റ്റേഷനായിരുന്നു. അതുകൊണ്ട് എനിക്ക് അവിടുന്ന് ചോയ്സ് ട്രാൻസ്ഫർ കിട്ടി. അങ്ങനെ ഞാൻ വീണ്ടും കൊച്ചിയിലേക്ക് വന്നു. INS ഗരുഡ എന്ന് പറയുന്ന ഓൾഡ് ഇന്റർനാഷണൽ എയർപോർട്ടായിരുന്നു. അതിപ്പം നേവി മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന എയർ സ്റ്റേഷനാണ്. അവിടെ ഒരു 3.5 കൊല്ലം ചെയ്തു. പിന്നെ എനിക്ക് ഷിപ്പിൽ ട്രാൻസ്ഫർ വന്നു. അതും കൊച്ചിയിൽ തന്നെയുള്ള ഷിപ്പായിരുന്നു. INS സുജാത എന്ന ഷിപ്പ്. അവിടെ 1.5 കൊല്ലത്തോളം സർവ് ചെയ്തു. അവിടുന്ന് വീണ്ടും എനിക്ക് ബാക്ക് ടു അരക്കോണം ചെന്നൈ പോയി. പിന്നെ എനിക്ക് ലാസ്റ്റ് 1 ഇയറിൽ റീസെറ്റിൽമെൻറ്റ് ട്രാൻസ്ഫർ എന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു 1 ഇയർ ഞാൻ കൊച്ചിയിൽ നേവൽ എയർക്രാഫ്റ്റ് യാർഡിലാണ് 1 ഇയറിൽ അവിടുന്നാണ് റിട്ടയർ ആവുന്നത്. ഈ ഒരു 15 വർഷത്തെ ജേണി ഉണ്ടല്ലേ? അതിൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളോ അല്ലെങ്കിൽ വിഷമപ്പെടുത്തുന്ന സംഭവങ്ങൾ അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഈ കറക്റ്റ് 15 വർഷം കഴിഞ്ഞപ്പം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, നാട്ടിൽ വന്ന് നോക്കാം, ഫാമിലി എന്നുള്ള കാര്യം കൊണ്ട് തന്നെയായിരുന്നു? ഫാമിലി ആയിരുന്നു മെയിൻ. കാരണം സർവീസ് എന്ന് പറയുന്നത് അങ്ങനെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കെപ്പോഴും ഷിപ്പിനകത്തുള്ള ജോലിയായിരുന്നു അല്ലേ? അല്ല, ഞാൻ എയർക്രാഫ്റ്റ് ഹാൻഡലർ ആയതുകൊണ്ട് ഷിപ്പിൽ സർവീസ് കുറവായിരുന്നു. പക്ഷേ ഷിപ്പിലും ഷിപ്പ് ബോൺ ഫ്ലൈറ്റ്സും ഉണ്ട്, ഹെലികോപ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പം മറ്റേ INS വിക്രാന്ത്, വിക്രമാദിത്യ പോലെ ഡെക്ക് ഓപ്പറേഷൻസും ഉണ്ട്. അപ്പോൾ എനിക്ക് ഷിപ്പ് സർവീസ് കുറവായിരുന്നു. പക്ഷെ എന്നാൽ കൂടി നമുക്ക് ഹോം സ്റ്റേറ്റ് സർവീസ് അങ്ങനെ സർവീസിൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കരുത്. നമ്മളെപ്പോഴും ആ ഒരു വേറൊരു രീതിയാണ് നമ്മൾ ചിന്തിക്കുന്ന തലത്തിൽ. ഫാമിലി കൊണ്ടുപോയിട്ടുണ്ടോ? ഫാമിലി ഞാൻ കല്യാണം കഴിഞ്ഞ് ഫാമിലി ആയിരുന്നു. പിന്നെ സർവീസിനിടയ്ക്ക് വെച്ചാണ് അച്ഛൻ എക്സ്പയർ ആയത്. അപ്പോൾ അത് എനിക്കൊരു വലിയൊരു വിഷമം ഉണ്ടായി. അപ്പോൾ അതിനുശേഷം ഞാൻ കരുതി മാക്സിമം നാട്ടിലാണിപ്പോൾ നമ്മൾ ഫാമിലിയുടെ കൂടെ തന്നെ സ്പെൻഡ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. കുടുംബാംഗങ്ങളാരൊക്കെ ഉള്ളത്? കുടുംബത്തിൽ ഇപ്പം അമ്മയുടെ സിസ്റ്റേഴ്സാണ്. അവരെല്ലാം പലയിടത്തായിട്ട് സെറ്റിൽഡാണ്. ഇവിടെ അമ്മ മാത്രമേ ഉള്ളൂ? അമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ സിസ്റ്റർ ഇവിടുന്ന് ഒരു മാരേജ് ആയിട്ട് അവിടെ ഒരു വീട് വെച്ച് സെറ്റിലാണ്. സിസ്റ്റർ ഹസ്ബൻഡ് കുവൈറ്റിലാണ്. നമ്മുടെ ഒരു ആവശ്യം ശരിക്കും നാട്ടിലുണ്ടായിരുന്നു. അതെ, പ്രസൻസ്. ഞാൻ ഒറ്റ മകനായിരുന്നു. ഞങ്ങൾ 2 മക്കളായിരുന്നു. ഞാൻ സിസ്റ്ററായിരുന്നു. അപ്പം അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് എനിക്ക് ഫാമിലിയോട് തോന്നി. അപ്പം പിന്നെ ഞാൻ നാട്ടിൽ തന്നെ നിൽക്കാം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ കുറച്ച് എക്സാംസ് പ്രിപ്പയർ ചെയ്ത് എഴുതാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കിട്ടും. അല്ല, ഈ നേവിയിലെ ജോലി എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ജോബാണ്. ഒരാളെ സംബന്ധിച്ച് ആ ഒരു 17.5 വയസ്സിൽ തന്നെ എക്സാം എഴുതി. ഇപ്പം നമ്മുടെ തന്നെ സക്സസ് വീഡിയോയിൽ അഭിലാഷ് എന്ന് പറഞ്ഞൊരു പയ്യൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവനും ഇതുപോലെ തന്നെ 17.5 വയസ്സിൽ നേവിയിൽ തന്നെ ജോലി കിട്ടുക. അതൊരു ശരിക്കും എല്ലാവർക്കും കിട്ടുന്നൊരു കാര്യമൊന്നും അല്ല. അത് വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. ആ ഒരു സർവീസ് 15 വർഷം അത് നമുക്ക് വലിയൊരു എക്സ്പീരിയൻസും തന്നല്ലോ. ആ സർവീസിന്റെ ബേസിലാണ് ഞാൻ ഇന്ന് വരെ എത്തിയിരിക്കുന്നത്.
തന്നെ. കാരണം ആ സർവീസിന്റെ ബേസിലാണ് എക്സർവേഷൻ കോട്ട എന്ന് പറയുന്നത്. അങ്ങനെ വെറുതെ ഒരാൾക്ക് എക്സർവേഷൻ കോട്ട കൊടുക്കത്തില്ല. എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്തിട്ടുള്ളവർക്ക് അതെ അതെ, അത് നമ്മളുടെ ഒരു എൻഡ് വരെയും നമുക്കത് ഉണ്ട്. നമ്മുടെ റിട്ടയർമെന്റ് പെൻഷൻ ബാക്കി എന്ത് ഫെസിലിറ്റീസ്, ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് എന്താണെങ്കിലും നമുക്ക് ആ ഒരു എക്സർവേഷൻ എന്ന ഇതിലാണ് കിട്ടുന്നത്. അത് നേവിയിലെ ജോലി ഒരു നല്ല ജോലിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഞാൻ വേറെ കാര്യം ചോദിച്ചതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടുത്തെ വീട് വെക്കൽ പരിപാടികൾ ശരിക്കും പറഞ്ഞപ്പോൾ ഒരു വലിയ, ഇത് എത്ര സ്ക്വയർ ഫീറ്റ് വീടാണ് വെച്ചേക്കുന്നത്? ഇത് 2,300. അപ്പോൾ അതൊരു എത്ര സമയം എടുത്തു ഈ വീട് മൊത്തത്തിൽ പണി ചെയ്യാൻ? ഒരു ടോട്ടൽ 1 ഇയറിനകത്ത് ചെയ്തു. ഞങ്ങൾ സ്റ്റേജ് ബൈ സ്റ്റേജ് ചെയ്തു. അതിൽ കുറച്ച് മഴയുടെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പഴയ വീടിന്റെ കുറച്ച് ഭാഗം റെനോവേഷൻ പോലെ അത് കട്ട് ചെയ്ത് ഇറക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 2 വർഷം എടുത്ത് കംപ്ലീറ്റ് 1 ഇയറിനകത്ത് കംപ്ലീറ്റ് ചെയ്ത്. ഓക്കെ ഓക്കെ. ഇന്റീരിയർ എല്ലാം സെപ്പറേറ്റ് ചെയ്ത് അങ്ങനെയാണ് ചെയ്തത്. നമ്മുടെ ആ ബിൽഡർ തന്നെ, പുള്ളി തന്നെയാണ് എല്ലാം ചെയ്തത്. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉച്ചയ്ക്കും രാവിലെയൊക്കെ പോകുന്നത് അല്ലേ? പുള്ളി ഞങ്ങളുടെ അയൽക്കാരൻ തന്നെയാണ്. അല്ല, നല്ല ഭംഗിയായിട്ടുണ്ട്. അല്ല, ഇതിനകത്ത് ഇതെല്ലാം നമ്മൾക്ക് കൊണ്ടുപോകണം എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണല്ലോ. പഠിക്കുകയും വേണം, ക്ലാസ് അറ്റൻഡ് ചെയ്യണം, അത് വീട്ടിലെ കാര്യങ്ങളും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് നമ്മുടെ അവിടെ പഠിക്കുന്ന എല്ലാ ആളുകൾക്കും വളരെ, ചില ആൾക്കാർ അതിൽ വെച്ചിട്ട് അങ്ങ് സ്റ്റോപ്പായി പോകും. എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അവിടെ അങ്ങ് നിന്ന് പോകുന്ന ഒരു സാഹചര്യമാണ് പല ആളുകളിലും കണ്ടുവരുന്നത്. ഇപ്പം എന്തായാലും അങ്ങനെ സംഭവിച്ചില്ല എന്നുള്ളതൊരു വലിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് അവർക്ക് നമുക്കതായിട്ടുള്ള ഗൈഡൻസ് തരാനേ പറ്റത്തുള്ളൂ. നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്ന്. അതെ അതെ അതെ. അല്ല, ഞാൻ പറഞ്ഞ നമ്മൾ ഈ സക്സസ് വീഡിയോസ് ചെയ്യുന്നത് കൂടുതലും നമ്മുടെ തന്നെ സ്റ്റുഡൻസിൻ്റെ സക്സസ് വീഡിയോസാണ് ദിശ അക്കാഡമി ചെയ്യുന്നത്. അല്ലാതെ ഈ പറയുന്ന മറ്റ് ഇതിൽ നിന്ന് റിസൾട്ട് മേടിച്ച കുട്ടികളുടെ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരോട് വളരെയധികം അടുപ്പമുണ്ട്. എല്ലാവരും ഇപ്പം സാറുമായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാട്സപ്പിൽ സംസാരിക്കുകയും ഓരോ ജോലിക്ക് കയറുന്ന കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജോലി കിട്ടിയ ഒരു ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴൊന്നും ഒരു മടിയും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. സംസാരിക്കുന്നതിലും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശേഷങ്ങളെല്ലാം അറിയാം. ഇപ്പം നമ്മുടെ ദിശ അക്കാഡമിയെ സംബന്ധിച്ച് ദിശ അക്കാഡമിയുടെ സ്വന്തം ആൾക്കാർ കുറേ പേരാണ് നിങ്ങളെപ്പോലുള്ളവർ. അപ്പോൾ ശരിക്കും അതുകൊണ്ട് അറിയാം നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ടുകൾ നമ്മളെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യവുമാണ്. അപ്പം ഇങ്ങനെയുള്ള അത് മറ്റുള്ളവർ നിങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു, സാറ് പറഞ്ഞിട്ടൊക്കെ കുറേ പേര് വന്നു, സാറിൻ്റെ ഗൈഡൻസിൽ വന്നവരുണ്ട്. അതല്ലാതെ ഇങ്ങനെ എക്സ് ആർമിക്കാർ കുറേ പേര് നിങ്ങളിലെ ക്യാൻറ്റീനിലും അവിടെയൊക്കെ വെച്ച് നിങ്ങൾ ഈ ഓരോരുത്തരെയും കാണുമല്ലോ. അപ്പോൾ ആ ഒരു സജഷനിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് പേർക്ക് പ്രയോജനം, നമ്മളും അതാ ചിന്തിക്കുന്നത്, കുറേ പേർക്കെങ്കിലും പ്രയോജനമായി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ ഗൈഡൻസ് ബാക്കി എല്ലാവർക്കും കിട്ടണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അല്ല, നമ്മളും അങ്ങനെ വെറുതെ ഒരു കുറച്ച് ക്ലാസ്സുകൾ എടുത്തു പോവുക അല്ലെങ്കിൽ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ജെന്യുവിനായിട്ട് അവർക്ക് 6 മാസം സിലബസ് കൃത്യമായിട്ട് കവറപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ ക്ലാസ്സുകളുടെ കേസിൽ GK എന്ന് പറഞ്ഞ സബ്ജക്ട്സ് സാറിന് കവറപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ GK എല്ലാവരും ടെൻഷനായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ഇപ്പം SSC എന്ന് പറയുമ്പോൾ PSCയുടെ കണക്ക് ഇപ്പം ഫാക്ട് അബൌട്ട് കേരളം മാത്രം പഠിച്ചാൽ പോരാല്ലോ. അപ്പോൾ അതെങ്ങനെ സാർ കവറപ്പ് ചെയ്തത് അതൊന്ന് പറയാമോ? GK എന്ന സബ്ജക്ട് ഈ പറയുന്ന ജനറൽ എക്സർവേഷന് മാത്രമല്ല എല്ലാ കാൻഡിഡേറ്റ്സിനും ഇഷ്യൂസ് ഉള്ളൊരു GK എന്ന് പറയുന്ന പോർഷൻ. GK ഇപ്പോൾ എക്സാം നോർമലി എല്ലാവരും ചെയ്യുന്ന പറഞ്ഞാൽ എക്സാംസിന് ഒരു വീക്ക് അല്ലെ 2 വീക്സ് മുന്നേ GK മാത്രം എടുത്തു വെച്ച് അത് കവർ ചെയ്ത് പോകാം. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ സ്റ്റാറ്റിക് GKയിൽ ചിലപ്പോൾ ഓക്കെ ആയിരിക്കും. കറണ്ട് അഫയേഴ്സ് കവർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. എനിക്കും ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ ഒരു എന്താ പറയുക ഉപദേശം പോലെ പറയാൻ പറ്റുന്ന വെച്ചാൽ GK എല്ലാവരും ഡെയിലി കറണ്ട് അഫയേഴ്സ് വീഡിയോ കവർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ആരെങ്കിലും ന്യൂസ് പേപ്പർ നോക്കുമായിരുന്നു? അതോ ന്യൂസ് പേപ്പർ വരുത്തുന്നുണ്ടായിരുന്നു. ഞാൻ കുറെ വായിക്കുന്നു, എഡിറ്റോറിയൽസ് കുറച്ചൊക്കെ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ കവർ ചെയ്യുമായിരുന്നു. ബാങ്കും കൂടെ നോക്കുന്നതുകൊണ്ട് സാറിന് അത് വേണമായിരുന്നു. പിന്നെ എൻ്റെ ഇംഗ്ലീഷ് ഒരുവിധം ഓക്കെ ആയിരുന്നു. മീൻസ് അത്ര എക്സ്പേർട്ട് അല്ലായിരുന്നെങ്കിലും ഒരുവിധം ഓക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇംഗ്ലീഷിനേക്ക് ആവറേജ് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന്. പിന്നെ മാത്സ് ആയിരുന്നു എനിക്ക് നല്ല വീക്ക്. അതാണ് ഞാൻ ദിശയിലൊന്നും എനിക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെട്ടത്. ഞാൻ മാത്സ് റീസണിങ് നല്ലപോലെ എനിക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റി. പിന്നെ GK എന്ന് പറയുന്നത് എല്ലാവരും ഡെയിലി കറണ്ട് അഫയേഴ്സ് വീഡിയോസ് കവർ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. മീൻസ് ഒരു 1 hour വീഡിയോ കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് 1.5 സ്പീഡിൽ യൂട്യൂബിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ബേസ് കിട്ടും. പിന്നെ എവിടെയെങ്കിലും ഈ പറയുന്ന പോലെ നമുക്ക് പിന്നെ വീക്കിൽ മന്ത്ലി PDF അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് ബെറ്റർ. അല്ല ആരും നമ്മളെ GK നമ്മളാരും പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ നിൽക്കരുത്. അത് കണ്ട് പേടിക്കുകയും ചെയ്യരുത്. അത് GK എന്ന് പറഞ്ഞാൽ ഒരു ലെവലെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെ ഇൻട്രസ്റ്റ് തോന്നും ഇത് വായിക്കണം, കൂടുതൽ ആഡ് ചെയ്യാനൊക്കെ. സാറിൻ്റെ ഒരു പ്രിപ്പറേഷൻ ടൈം എങ്ങനെയായിരുന്നു? ഒരു ദിവസം എത്ര സമയം എന്നുള്ള രീതിയിൽ? അത് തുടക്കത്തിലൊക്കെ ഞാൻ പറഞ്ഞു സാറേ, വീട് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ബ്രേക്കിലായിരുന്നു. പക്ഷേ ഒരു ബേസ് ആയതിനു ശേഷം പിന്നെ ഞാൻ എക്സാംസിന് വേണ്ടി ഈ പറഞ്ഞ നമ്മൾ 100 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 100 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാനല്ല ഞാൻ നോക്കിയിരുന്നത്. നമ്മളെ ഒരു എക്സർവേഷൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറയുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ്റെ ഒരു 20 ക്വസ്റ്റ്യൻ മീൻസ് ഒരു 4 ക്വസ്റ്റ്യൻ 5 മാർക്ക് വെച്ചിട്ട് 4 ക്വസ്റ്റ്യൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു എക്സർവേഷനെ സംബന്ധിച്ച് അതിനകത്ത് 2 അല്ല 3 അറ്റംപ്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുക. അപ്പം ഞാൻ എപ്പോഴും ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ
ക്വസ്റ്റ്യൻ ഒരു മോക്ക് ടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ എനിക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏതാണെന്ന് ഞാൻ ആദ്യം കണ്ടെത്തും. അപ്പോൾ അതിന് ഈ പറഞ്ഞ ബേസ് വേണം, മീൻസ് നമുക്ക് ഏതാണ് ഈസിയായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ. അപ്പോൾ അതിൽ ഞാൻ 2 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻ അങ്ങനെ ഞാൻ കുറച്ച് ടാക്ടിക്കലി ആയിരുന്നു ഞാൻ അപ്രോച്ച് ചെയ്യുന്നത്. കാരണം ഞാൻ എല്ലാം കൂടെ ഇങ്ങനെ നോക്കി എടുത്തിട്ട് എല്ലാം കൂടെ അറ്റംപ്റ്റ് ചെയ്ത് അവസാനം സമയം തികയില്ല, അങ്ങനെ ഒരു അവസ്ഥ വരരുത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിലായിരുന്നു ഞാൻ അപ്രോച്ച് ചെയ്യുന്നത്, മോക്ക് ടെസ്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നത്. പിന്നെ സബ്ജക്റ്റ് കൂടുതലും ഞാൻ അവിടെ ദിശ വന്നിരുന്ന് കവർ ചെയ്യുന്ന ഞാൻ സെൽഫ് പ്രിപ്പറേഷൻ ടൈം വളരെ കുറവായിരുന്നു. കാരണം എനിക്ക് അങ്ങനത്തെ സാഹചര്യങ്ങളായിരുന്നു കൂടുതൽ. അല്ല സാറ്, ഞാൻ പറഞ്ഞില്ല, എനിക്കറിയാം സാറിനെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സാർ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ഈ പറയുന്നുണ്ടെങ്കിലും സാറ് പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്യാനും മാത്സ് ഒക്കെ ചെയ്യുന്നതിലും ഒക്കെ പറഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് മനസ്സിലാവുകയും കൂടെ ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒരുപാട് ജോലികൾ കരസ്ഥമാക്കാനായിട്ട് സാധിച്ചതും ബാങ്കിങ്ങിലും SSCയിലും ഒരേപോലെ സാറ് നന്നായിട്ട് പെർഫോം ചെയ്തു. സാർ, ഈ എക്സാം ക്ലിയർ ചെയ്യുമ്പോഴേ ഇപ്പം സാറിന് തന്നെ ഇപ്പോൾ ഒരുപാട് എക്സാംസ് ഇപ്പോൾ കിട്ടി, അതിപ്പം സാറിന് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ലൈഫിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, ഫ്യൂച്ചറിന് സാർ എന്തൊക്കെ മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്, അതൊക്കെ ഒന്ന് പറയാം. ഈ തുടക്കത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ പ്രിലിംസ് കിട്ടാണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു നെഗറ്റീവ് മൂഡ് വരും. അതിപ്പം ഒരു ഹ്യൂമൻ മെൻറ്റാലിറ്റിയാണ്. ഇപ്പം നമുക്ക് കിട്ടാണ്ടാകുമ്പോൾ അയ്യോ എനിക്ക് നീ കിട്ടത്തില്ല, അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന വെറുതെ ആണോ എന്നൊരു ചിന്ത എന്തായാലും ഉണ്ടാവും. പക്ഷേ പതുക്കെ റിസൾട്ടുകൾ പ്രിലിംസ് കിട്ടി തുടങ്ങി അതിന് ശേഷം മെയിൻസിലേക്ക് നമ്മൾ വരുമ്പോൾ പിന്നെ മെയിൻസ് ഇങ്ങനെ കിട്ടാണ്ടാകുമ്പോൾ വീണ്ടും ടെൻഷൻ, അയ്യോ ഞാനത് കവർ ചെയ്യാൻ പറ്റില്ല, എനിക്ക് അതിനുള്ള എബിലിറ്റി ഇല്ല എന്നൊക്കെ ഒരു ചിന്ത വരും. അപ്പോൾ ആ ഒരു ലെവൽ വരുമ്പോൾ വീണ്ടും നമ്മൾ കുറച്ചുകൂടെ വർക്ക് ചെയ്ത് നമ്മൾ ആ ഒരു ലെവല് ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് കോൺഫിഡൻസ് ആവും. മീൻസ് 1-2 റിസൾട്ടിൽ നമ്മൾ ലിസ്റ്റിൽ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് എനിക്കിത് ഇതിൽ വന്നു, അപ്പോൾ എനിക്ക് അടുത്തതിൽ വരണം എന്നൊരു ചിന്ത വരും. അപ്പോൾ നമ്മുടെ മനസ്സ് ഫുള്ള് ആ ഒരു പോസിറ്റീവ് വൈബ് വരുമ്പോഴത്തേക്കും നമ്മൾ അത് ഈ കുറച്ച് ബുദ്ധിപൂർവ്വം സ്മാർട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് റിസൾട്ട് വന്നു തുടങ്ങും. റിസൾട്ട് വന്ന് തുടങ്ങി കഴിയുമ്പോൾ പിന്നെ നമുക്ക് പിന്നെ ഇത് കിട്ടിയല്ലോ, അപ്പോൾ ഇനി അടുത്ത് എനിക്ക് ഇത് വേണം, അല്ലെങ്കിൽ അടുത്ത അത് വേണം. നമ്മൾ അതിൻ്റെ ചോയ്സിലേക്ക് പോകും, ബെറ്റർ ജോബ് ഏതാണെന്നുള്ള ചോയ്സിലേക്ക് പോകും. അങ്ങനെ നമ്മൾ റിസൾട്ടേക്ക് എത്തണം. ഫാമിലി ആദ്യത്തെ ഒരു ജോലി കിട്ടിയപ്പോൾ ഫാമിലിയുടെ ഭാഗത്തു നിന്നുണ്ടായ റിയാക്ഷൻസ് എന്തൊക്കെയായിരുന്നു വീട്ടിൽ നിന്നുള്ള? അവരെല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. അവർക്ക് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു, എന്തായാലും ഒരു ജോലി വാങ്ങും എന്നുള്ളൊരു വിചാരം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഉള്ളിൽ കോൺഫിഡൻസ് ഇല്ലെങ്കിലും അവർക്കൊക്കെ നല്ല കോൺഫിഡൻസ് ആയിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഒരു ജോലി കിട്ടിക്കഴിയുമ്പോൾ പിന്നെ 3-4 റിസൾട്ട് വരുമ്പോൾ നമ്മൾ പിന്നെ അതിനകത്ത് നമ്മുടെ പേഴ്സണൽ ചോയ്സസ് വയ്ക്കും. അതിനകത്ത് ട്രാൻസ്ഫറബിൾ ജോബാണോ, നമ്മൾക്കിപ്പം ഒരു എക്സർസൈസിനെ സംബന്ധിച്ച് സ്കെയിൽ ഓഫ് പേ മാത്രമല്ല, നമ്മുടെ കുറച്ചുകൂടെ കംഫോർട്ട് സോണിലേക്ക് നമ്മൾ വരും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മൾ ചോയ്സസ് കിട്ടാൻ തുടങ്ങി കഴിയുമ്പോൾ പിന്നെ എക്സാംസ് ഒരുപാട് കിട്ടാൻ തുടങ്ങും. അതൊരു വലിയൊരു കാര്യമാണ്. നമ്മുടെ എല്ലാ കുട്ടികളും കാണുന്നുണ്ട്, ഈ കിട്ടുന്നിടം വേറെയുള്ള ഒരു ടെൻഷൻ അടിക്കുന്ന ഒരു ടൈമേ ഉള്ളൂ. അതൊന്ന് ഓവർകം ചെയ്ത് കിട്ടിയാൽ മതി. അന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാം എങ്കിലും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ലെവല് അല്ലെങ്കിൽ ആ ഒരു ഐഡിയ പിടിച്ചു എന്ന് അതിന്റെ അർത്ഥം അല്ലേ? സാറിന് അത് ഫീൽ ചെയ്തായിരുന്നു? അതെ, ഇപ്പൊ ഈ FCA ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ IBPSന്റെ ആ എക്സാമിന്റെ മെയിൻസ് എഴുതാൻ പോയത്. ശരിക്കും IBPS എഴുതണോ വേണ്ടോ എന്നിങ്ങനെ ഒരു കൺഫ്യൂഷനിലായിരുന്നു. പക്ഷെ എന്തായാലും എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞനുസരിച്ച് എന്തായാലും ഒരു മെയിൻസ് എഴുതുന്ന വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ഞാൻ ആ രീതിയിൽ പോയാണ് ഇപ്പോൾ തമിഴ്നാട് പിന്നെ IBPS എഴുതിയത്. പക്ഷേ ശരിക്കും എനിക്ക് വളരെ കോൺഫിഡൻസ് കൂടി ഞാൻ പോയത്. പ്രിപ്പറേഷൻ വളരെ കുറവായിരുന്നു, പക്ഷേ ആ ഒരു കോൺഫിഡൻസ് കൂടി എഴുതിയോണ്ടാവാം അതിന് മുന്നേ ചെയ്യുന്ന പ്രിപ്പറേഷൻ്റെ ഗുണഫലമായിരിക്കാം എനിക്ക് ഇതുവരെ എഴുതിയിട്ടുള്ള എക്സാംസിൽ വെച്ച് ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്കത് പെർഫോം ചെയ്യാൻ പറ്റും. ബാക്കി റിസൾട്ടിൻ്റെ കാര്യം എനിക്കറിയില്ല. പക്ഷേ നല്ല ആത്മവിശ്വാസത്തോടെ എനിക്ക് റീസണിങ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും GK ആണെങ്കിലും എനിക്ക് വളരെ നല്ല അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് ഞാൻ പൊതുവേ എക്സാംസിനും എനിക്ക് സ്കോറിംഗ് സബ്ജക്റ്റ് ഇംഗ്ലീഷാണ്, അതേപോലെ പോകുന്നത് ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഇതുവരെയുള്ള എക്സാംസ് വെച്ച് എനിക്ക് തന്നെ നല്ലോണം IBPS എഴുതാൻ പറ്റി. അപ്പോൾ അതിലാണ് നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവലിലാണ് കാര്യം. അപ്പം നമ്മുടെ അക്കാഡമി ലെവലിലും നമ്മുടെ അക്കാഡമിയിലും ഇതേപോലെ ഒരു എക്സാം കിട്ടുന്നിടം വരെ പേടിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ അതേ ആ ഒരു ഭയം സാറിന് ഉണ്ടായിരുന്നു തുടക്കത്തിൽ? എക്സാം ഒന്ന് ക്ലിയർ ചെയ്യണം, ഒരെണ്ണമെങ്കിലും ക്ലിയർ ചെയ്യണം. ഒരു ലിസ്റ്റിൽ വന്ന് ഒരെണ്ണം ക്ലിയർ ആയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് ആ ഒരു നമ്മളോട് തന്നെ ഒരു ആത്മവിശ്വാസം പറ്റും എന്നൊരു വിശ്വാസം വരും. അതെ. അപ്പോൾ അങ്ങനെ പേടിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊരു വലിയൊരു ആത്മവിശ്വാസം. നമ്മൾ ആ ഒരു എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ക്ലിയർ ചെയ്യും. അക്കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അതൊന്ന് ക്ലിയർ ആകുന്നിടം വരെ ക്ഷമയോടെ ഒന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ട്രൈ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അതൊക്കെ ഈ സക്സസ് വീഡിയോയിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജിയാണ്. ആരെങ്കിലും ഡൗൺ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ കുറേ എക്സാംസ് എഴുതി എനിക്ക് ഒറ്റ എക്സാമും ക്ലിയർ ആവുന്നില്ല എന്ന വിചാരത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്കതൊരു വലിയൊരു എനർജി ആയിരിക്കും. അതിനുശേഷം സാറിന് കിട്ടിയ എക്സാമുകളുടെ ഒരു എണ്ണം അത് എനിക്ക് എപ്പോഴെപ്പോഴും ഈ വാട്സപ്പ് അയക്കുന്നതുകൊണ്ട് അറിയാം, ഒരുപാട് എക്സാംസ് കിട്ടി. അതൊരു ആത്മവിശ്വാസമായിരുന്നല്ലോ. അതുപോലെ സാർ ഈ ആൾക്കാരുടെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇപ്പോൾ റിട്ടയറായി വന്നിട്ട് എല്ലാവരും വീട്ടിലിരുന്ന് യൂട്യൂബ് അല്ലെങ്കിൽ ഓൺലൈനിൽ ഇരുന്ന് പഠിക്കാവുന്ന ഒരു ചിന്താഗതിയുണ്ട്. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും കൊണ്ട് പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമല്ല. കാരണം ഒരു 100-ൽ 10 ആൾക്കാർക്ക് പറ്റുമായിരിക്കാം, അത്രത്തോളം ഹൈലി മോട്ടിവേറ്റഡ്, അത്രത്തോളം സാഹചര്യമുള്ള ആൾക്കാരാണെങ്കിലും ഓക്കെ. പക്ഷേ ബാക്കി 90% ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു ഗൈഡൻസ് വേണം. ഒരു ഗൈഡൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ പോകണം.
നമ്മൾ ആ ഒരു കോമ്പറ്റീഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വീട്ടിലിരുന്നാലും ഇപ്പം വൈഫ് മോളും അമ്മയായിട്ടിരുന്നാൽ നമുക്ക് ആ ഒരു കോമ്പറ്റീഷനെ കുറിച്ച് അറിയില്ല. അപ്പോൾ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പോൾ ഞാൻ ദിശയിൽ ചെന്ന് ചേർന്നപ്പോൾ എനിക്കതാണ് മനസ്സിലായി, ഇത്രയൊക്കെ കോമ്പറ്റീഷൻ ഇവിടെ ഉണ്ടല്ലേ, ഇത്രയൊക്കെ ആൾക്കാർ പഠിക്കുന്നുണ്ടല്ലേ, ഇതൊക്കെയാണ് എനിക്ക് പഠിക്കേണ്ടുന്നത് എന്നുള്ളൊരു നമുക്കൊരു ബേസിക് ഐഡിയ കിട്ടിയത്. അപ്പോൾ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എനിക്ക് ഇന്നാളെക്കാട്ടി മാർക്ക് കൂടുതൽ വാങ്ങണം എന്നുള്ളൊരു ആ ഒരു കോമ്പറ്റീവ്നെസ് ആ ഒരു വന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ടിലേക്ക് എത്താൻ പറ്റൂ. അല്ലാണ്ട് വീട്ടിലിരുന്ന് ഇങ്ങനെ ഇപ്പോൾ എത്ര മോക്ക് ടെസ്റ്റ് ചെയ്താലും അല്ലെങ്കിൽ എത്ര നമ്മൾ കണക്കെടുത്ത് ചില ആൾക്കാരുണ്ട് ഇങ്ങനെ 7-8 മണിക്കൂറൊക്കെ ഒരു ദിവസം പഠിക്കുന്നവരുണ്ട്, ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവർക്ക് ആ ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ആ ഒരു ടൈം മാനേജ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു അതൊരു വേറെ വളരെ കറക്റ്റ് കാര്യം സാർ പറഞ്ഞത്. നമ്മളിപ്പോൾ ഒറ്റയ്ക്കിരുന്ന് പഠിക്കുമ്പോൾ നമ്മളെ മാത്രമേ അസസ് ചെയ്യുന്നത്. മറ്റുള്ളവരുമായിട്ട് കോമ്പറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മൾ ഇനി എത്രയാണ് ദൂരമാണ് പോകേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് തന്നെ എത്തുന്നത് ആ ഒരു ഇതിലാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അങ്ങനെ മടി പിടിച്ചിരിക്കാതെ തുറന്ന് നമ്മളങ്ങ് ഇറങ്ങി ധൈര്യമായിട്ട് സഞ്ചരിക്കുകയും അധ്യാപകരോട് സംസാരിക്കുകയും കൂടുള്ള സുഹൃത്തുക്കളോട് സംസാരിക്കുകയും കമ്പൈൻഡായിട്ട് സ്റ്റഡി ചെയ്യുകയൊക്കെ ചെയ്യും, പരീക്ഷകൾ പോയി എഴുതുകയും ഒക്കെ ചെയ്യുമ്പം നമുക്ക് തന്നെ ഒരു സെൽഫായിട്ട് ഇങ്ങനെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ഒക്കെ ഉണ്ടാവും. ആ മടി പിടിക്കുന്ന പരിപാടി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ സാറ് ടോട്ടൽ എത്ര ടൈം എടുത്തിട്ടുണ്ടാവും ഈ പരീക്ഷയ്ക്ക് വേണ്ടിയാണ്? എക്സാംസിന് വേണ്ടി ഞാൻ ശരിക്കും ഒരു 1 ഇയർ ടോട്ടൽ എടുത്താണ്. മൊത്തം ഒരു 1.5 ഇയർ മൊത്തം എടുത്തിട്ടുണ്ടാവും. 1.5 വർഷം സമയത്തോളം എടുത്തു. നമ്മൾ 3 മാസം വന്നിട്ട് ജോലി ഒന്നും ആയില്ലല്ലോ എന്ന് വിചാരിക്കുന്ന ആൾക്കാർ അത് ഒരിക്കലും അല്ലെങ്കിൽ പിന്നെ അതേ രീതിയിൽ പണ്ട് പോലെ വർക്ക് ചെയ്ത് വന്നവരായിരിക്കണം. സീറോയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് പിന്നെ ഞാനീ പറഞ്ഞ എനിക്ക് ഈ ഒരു കമ്മിറ്റ്മെന്റ്സ് കുറെ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഇത്ര സമയം എടുത്തത്. അല്ലെങ്കിൽ ആ കറക്റ്റ് ആ ദിശയിൽ വന്നിരുന്ന ഒരു 6 മാസം കറക്റ്റ് പഠിച്ച് അവിടെ നിന്ന് തന്നെ മോക്സ് ചെയ്തായിരുന്നെങ്കിൽ ഒരു 6 to 8 months കാര്യം നടന്നു വന്നേനെ. അപ്പോൾ അത് നമ്മുടെ ഒരു ടാലന്റും അതിനകത്ത് ഡിപ്പെൻഡഡ് ആണ്. കഴിവുള്ളവരാകുമ്പോൾ ഓരോരുത്തരുടെയും ഡിഫറെൻ്റ് ആയിരിക്കും. അവർ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് റിസൾട്ട് ഉണ്ട്. സ്മാർട്ടായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാറിൻ്റെ ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു കാര്യം. പിന്നെ മടി പിടിച്ചിരിക്കാതിരിക്കുക, വിഷമിക്കാതിരിക്കുക. എക്സാം കിട്ടുന്നില്ല എന്നൊന്നും കരുതി വിഷമിക്കാതിരിക്കുക. കിട്ടാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് നിരവധി എക്സാംസ് കിട്ടും. സാറിന് കിട്ടിയ എക്സാംസിൻ്റെ ലിസ്റ്റൊക്കെ ഒന്ന് പറഞ്ഞു ഒന്ന് കേൾക്കട്ടെ. പിള്ളേരൊക്കെ ഒരുപാട് അല്ല എന്നാലും ബാങ്കിങ്ങിൻ്റെ ഏതാണ്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. നേവൽ ബേസിൽ ആ ഒരു സിവിലിയൻ പോസ്റ്റ് കഴിഞ്ഞു. അതിലായിരുന്നു ആദ്യം വർക്ക് ചെയ്തത്. അതിനുശേഷം എനിക്ക് SSC CGL കിട്ടി, പിന്നെ FCA കിട്ടി. ബാങ്ക്സിൽ ഈ പറഞ്ഞ മെയിൻസ് എഴുതിയിട്ടേ ഉള്ളൂ. ഇപ്പം IBPS അല്ല RRB കിട്ടിയായിരുന്നല്ലേ? സെക്ഷൻ പോയായിരുന്നു. RRB SBയും ഞാൻ പരീക്ഷകളാണ് മെയിൻ എടുത്തത്. ഇപ്പൊ ജോലിക്ക് കയറിയത് 2 ഇതാണെങ്കിൽ പോലും പരീക്ഷകൾ ഒരുപാട് ക്ലിയർ ചെയ്തല്ലോ. എല്ലാം ക്ലിയർ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അതാണ് ഞാൻ ഈ എടുത്ത് ചോദിച്ചത്. എല്ലാ എക്സാമുകളും പ്രിലിംസുകൾ ക്ലിയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഓവറോൾ മാർക്ക് വരും, പക്ഷേ സെക്ഷൻ കട്ട് ഓഫിൽ പോകും. അപ്പൊ ഒരുപാട് പരീക്ഷകൾ ക്ലിയർ ചെയ്തു. അതൊക്കെ ഒരു വലിയ അച്ചീവ്മെന്റ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. എന്നെ സംബന്ധിച്ച് അക്കാഡമിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒത്തിരി അഭിമാനം തോന്നുന്ന നിമിഷമാണ്. സാറിനെ പോലുള്ളവരെ ഡയറക്റ്റ് വന്ന് കാണുകയും സാറിന് വീട്ടിൽ വന്ന സാഹചര്യം എല്ലാം വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പം നമ്മുടെ അക്കാഡമിയിലേക്ക് വരികയും ഇപ്പോൾ ക്ലിയർ ചെയ്ത എക്സാംസും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ഞാൻ 2021 ജനുവരി റിട്ടയർ ആയതിനു ശേഷം ഞാൻ ശരിക്കും കൺഫ്യൂസ്ഡ് ആയിരുന്നു അടുത്ത എന്തെന്നുള്ള രീതിയിൽ. പൊതുവേ എക്സർവീസ്മെനെ സംബന്ധിച്ച് ഒരു ബേസിക് ഫിഗർ എന്താണെന്ന് വെച്ചാൽ ഒരു സെക്യൂരിറ്റി ജോലി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പാർട്ട് ടൈം ജോബാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് തികച്ചും ഒരു സർക്കാർ ജോലിയിലേക്ക് പോകണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കതിന് തക്കതായിട്ടുള്ള ഗൈഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് ഞാൻ ദിശ അക്കാഡമിയെ പറ്റി അറിയുന്നത്. ദിശ അക്കാഡമി ഞാൻ സാറിനെ വിളിച്ച് കോൺടാക്ട് ചെയ്തു. പിന്നെ ഫർദർ ഞാൻ വന്ന് ജോയിൻ ചെയ്തപ്പോൾ എനിക്കൊരു ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ് ഒക്കെ തന്നിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡൻസും കവറേജും എല്ലാം ഇവിടെ തന്നെ കിട്ടുമെന്ന് വിശ്വാസം ഉണ്ടായിട്ട് ഞാൻ ദിശ അക്കാഡമിയിൽ ജോയിൻ ചെയ്തു. ഞാൻ കോഴ്സ് അറ്റൻഡ് ചെയ്തു. പിന്നെ സൂപ്പർ ബാച്ചിലും ജോയിൻ ചെയ്തിരുന്നു. അപ്പം അതിനുശേഷം എനിക്ക് കിട്ടിയ എക്സാംസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ എനിക്ക് നേവൽ ബേസിൽ ഒരു സിവിലിയൻ ജോബ് കിട്ടിയിരുന്നു. അതിനുശേഷം SSC CGL 2022 സോർട്ടിംഗ് അസിസ്റ്റൻ്റായിട്ട് പോസ്റ്റിംഗ് ആയി. ഇപ്പോൾ തിരുവല്ലയാണ്. പിന്നെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ ഡിപ്പോ അസിസ്റ്റൻ്റായിട്ട് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നു. കൊല്ലത്താണ്. ഇത്ര എക്സാംസാണ് ഞാൻ ക്ലിയർ ചെയ്തത്. പിന്നെ ഇനിയിപ്പോൾ RRB ക്ലർക്കിൻ്റെ റിസൾട്ട് മെയിൻസ് വരാനുണ്ട്. IBPS ക്ലർക്കിൻ്റെയും മെയിൻസ് റിസൾട്ട് വരാനുണ്ട്. അത് രണ്ടും വെയിറ്റിംഗ് ആണ്. SSCയും ബാങ്കിങ്ങും ഒരേപോലെ പ്രിപ്പയർ ചെയ്ത ഒരാളാണ് അല്ലേ? അപ്പോൾ SSC പ്രിപ്പയർ ചെയ്തപ്പോൾ ഉണ്ടായതും അതുപോലെ ബാങ്കിങ്ങിന് പ്രിപ്പയർ ചെയ്തതും രണ്ടിൻ്റെ ആ ഒരു വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും പറയാം. ഞാൻ ദിശയിൽ ജോയിൻ ചെയ്തപ്പോൾ SSC പ്ലസ് ബാങ്ക് ബാച്ചിലാണ് ജോയിൻ ചെയ്തത്. അപ്പം പലരും എന്നോട് പറഞ്ഞിരുന്നു ഇതിൽ ഏതെങ്കിലും ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ബെറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ രണ്ടും അറ്റ് എ ടൈം കൊണ്ടുപോകാൻ ആഗ്രഹിച്ചു. കാരണം എൻ്റെ ഭാഗ്യം ഏതാണെന്ന് അല്ലെങ്കിൽ വർക്ക് ചെയ്താൽ ഏത് കിട്ടുമെന്നുള്ളത് ഉറപ്പില്ല. എനിക്ക് രണ്ടിലും താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ SSC പ്ലസ് ബാങ്ക് ബാച്ചിൽ ദിശയിൽ ജോയിൻ ചെയ്തു. അതിനുശേഷം എനിക്ക് മെയിനായിട്ട് ദിശയിൽ നിന്ന് നല്ല ബാക്കപ്പ് കിട്ടിയ സിലബസ് എനിക്ക് നല്ല രീതിയിൽ കവർ ചെയ്ത് കിട്ടി. കാരണം ഒരു 15 വർഷം സർവീസ് ഏജ് വരുന്ന ആളെന്ന് പറയുമ്പോൾ അയാളുടെ ഏജ് ഓൾറെഡി 35+ ആയിരിക്കും. പിന്നെ നമ്മുടെ ആ ബേസിക്സ് എല്ലാം നമ്മൾ കുറേയൊക്കെ മറന്നു കാണും.
അപ്പോൾ അതെല്ലാം ബ്രഷപ്പ് ചെയ്തെടുക്കാൻ പറ്റിയൊരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ദിശയിലാണ്. അതാകുമ്പോൾ നമുക്ക് ഈച്ച് ആൻഡ് എവറി പോർഷൻ സബ്ജക്റ്റ് വൈസ് അല്ലെങ്കിൽ ലെസൺ വൈസ് ചാപ്റ്റർ വൈസ് നമുക്ക് അവിടെ ദിശയിൽ നമുക്ക് പഠിപ്പിച്ച് തരും. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വളരെ വ്യക്തമായി ക്ലിയർ ചെയ്ത് തരും. നമുക്കങ്ങനെ പെൻഡിങ് എന്നൊരു ഇഷ്യൂ ഇല്ല. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പ്രാക്ടീസ് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രാക്ടീസ് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ സബ്ജക്റ്റിനായിട്ട് കൂടുതൽ അറിയാൻ പറ്റും. കൂടുതൽ ചെറിയ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ നമുക്ക് പതുക്കെ നമ്മൾ ഗ്രാജുവലി ഇമ്പ്രൂവ് ആകും. അപ്പോൾ ഒരു തുടക്കക്കാരൻ അല്ലെങ്കിൽ ഒരു 15 കൊല്ലം ശേഷം തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് അത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ സിലബസ് കവർ ചെയ്തതിന് ശേഷമാണ് മോക്ക് ടെസ്റ്റുകൾ സ്റ്റാർട്ടായത്, പിന്നെ സൂപ്പർ ബാച്ച്. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ എത്താൻ പറ്റിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഈ ആന്ത്രേട്ടനെ സംബന്ധിച്ച് എക്സ് ആർമി അല്ലെങ്കിൽ ഈ നേവിയിൽ നിന്ന് വന്ന ഒരാളാണല്ലോ. അപ്പോൾ അതുപോലെ നേവിയിൽ നിന്ന് വരുന്ന ഒരാൾ എങ്ങനെയായിരിക്കണം അയാളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? തുടക്കത്തിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ദിശയിൽ വന്നതോടെ എനിക്ക് നല്ലൊരു ബേസ്മെൻറ്റ് കിട്ടി. കാരണം ഏതൊരാളും സിലബസ് നല്ല രീതിയിൽ കവർ ചെയ്യാൻ കിട്ടി. സിലബസ് കവർ ചെയ്തതിന് ശേഷം നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പിന്നെ നമ്മൾ പഠിച്ചാൽ മതി. നമ്മുടെ ബേസ്മെൻറ്റ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നമുക്ക് ബ്രിക്സ് ബിൽഡ് ചെയ്തൊരു വീട് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെയാണ് ഇതും എന്ന് പറയുമ്പോൾ നമ്മുടെ ബേസ് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിനി എത്രയൊക്കെ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടോ എവിടെയൊക്കെ എത്രയൊക്കെ പൈസ കൊടുത്തിട്ടോ കാര്യമില്ല, നമ്മുടെ ബേസ്മെൻറ്റ് സ്ട്രോങ് ആയിരിക്കണം. അപ്പം സിലബസ് നല്ല രീതിയിൽ കവറായി. സിലബസ് കവറാവുന്നതിൻ്റെ കൂടെ തന്നെ ഈ പ്രാക്ടീസ് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നത് വളരെ ഉപകാരപ്പെട്ടു. കാരണം ഈ പ്രാക്ടീസ് ടെസ്റ്റുകളാണ് എപ്പോഴും നമ്മുടെ ആ സബ്ജക്റ്റിലേക്കുള്ള നമ്മുടെ ഇൻഡെപ്തിലേക്ക് പോകാൻ സഹായിക്കുന്നത്. സ്പീഡ് കാര്യങ്ങൾ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റും. പിന്നെ എക്സാം ഓറിയന്റഡ് ആയിട്ട് പിന്നെ നമുക്ക് മോക്ക് ടെസ്റ്റുകൾ അത് പിന്നീട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട്? അങ്ങനെയുള്ള വിശേഷങ്ങളൊന്നും നമ്മൾ ചോദിച്ചില്ല. ഫാമിലിയിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ഫാമിലിയിൽ അമ്മയുണ്ട്, അച്ഛൻ മരിച്ചുപോയി 5 വർഷം മുന്നേ. വൈഫുണ്ട്, മകളുണ്ട് 2ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. വൈഫ് ജോലി ചെയ്യുന്നുണ്ടല്ലേ? വൈഫ് വാളകം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറാണ്. മോള് ഇവിടെ സെന്റ് ആൻസ് UP സ്കൂൾ ഹൈസ്കൂളിൽ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്, ആദിതി. അപ്പോൾ ഇവരുടെ ഒരു സപ്പോർട്ട്, ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഇത്തരം എക്സാംസുകൾ ക്ലിയർ ചെയ്യാനോ മറ്റൊന്നും പറ്റത്തില്ല. അപ്പോൾ എങ്ങനെ അവരുടെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊന്നും? അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ എൻ്റെ ഐഡിയാസ് പറഞ്ഞത് വൈഫിനോട്, ഇങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ ഒരു എക്സാം പ്രിപ്പയർ ചെയ്യണം. വൈഫ് ഫുൾ സപ്പോർട്ടായിരുന്നു, അമ്മയും സപ്പോർട്ടായിരുന്നു. അവർ പറഞ്ഞു, നിങ്ങൾ വേറൊന്നിനെ പറ്റി ചിന്തിക്കേണ്ട, നിങ്ങൾ മാക്സിമം സമയം ഇതിനുവേണ്ടി സ്പെയർ ചെയ്യുക, പഠിക്കുക, ഒരു ജോലിയിലേക്ക് എത്തിച്ചേരുക. അവരുടെ ഒരു സപ്പോർട്ട് ഭയങ്കരമായിട്ട് നമുക്ക് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാനായിട്ട്. അവരുടെ സപ്പോർട്ട് ഇല്ലാണ്ട് നമുക്കൊരു കാര്യത്തിലേക്കും എത്താൻ പറ്റില്ല. അപ്പോൾ ഈ ഇത്തരം എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴേ അപ്പോൾ തുടക്കക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ വരും. അപ്പോൾ അവർ ഈ SSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പം അവർക്ക് എന്താണ് ഇതിൻ്റെ ബെനിഫിറ്റ്? മീൻസ് ഈ റിട്ടയർ സർവീസിൽ നിന്ന് വരുന്നവർക്ക് SSC പ്രിപ്പയർ ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താണ്? അതുപോലെ തന്നെ ബാങ്കിങ് പ്രിപ്പയർ ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താണ്? അതൊന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും അതിൻ്റെ ഒരു കാര്യം ഒന്ന് അറിയാൻ പറ്റും. ഈ തുടക്കക്കാരുടെ പ്രധാന ഇഷ്യൂ എന്ന് പറയുമ്പോൾ വരുമ്പോൾ ശരിക്കും ഒരു ഗൈഡൻസ് തരാൻ ആരും ഉണ്ടാവില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞ കേട്ടനുസരിച്ച് ഒരു PSC ആണ് അവരെല്ലാവരും മെയിൻലി കാണുന്നത്. ഞാൻ PSCനെ മോശമായി പറയുന്നതല്ല, പക്ഷേ ഇവിടെ കോമ്പറ്റീഷൻ ഏറ്റവും അധികം ഉള്ളത് PSC എന്നൊരു ഫീൽഡിലാണ്. പ്രത്യേകിച്ച് എക്സർവിസ്മെനെ സംബന്ധിച്ച് കേരളത്തിൽ PSCയിൽ എക്സർവിസ്മെൻ കോട്ട ഒന്നുമില്ല. ഒരു ഗ്രേസ് മാർക്ക് പോലെ ജനറൽ കട്ട് ഓഫിനൊപ്പം എത്തിക്കഴിഞ്ഞാൽ അവരുടെ സർവീസിനനുസരിച്ച് ഒരു 7.5 മുതൽ 10 മാർക്ക് വരെ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലാണ് ഒരു പൊതുവെ എക്സർവിസ്മെൻ കമ്മ്യൂണിറ്റി പോകുന്നത്. പിന്നെ അവർക്ക് ഈ ഓൾറെഡി ജോയിൻ ചെയ്ത ആൾക്കാർ അങ്ങനെ അതിൽ നിന്ന് റിട്ടയർ ആയതിനു ശേഷം ജോലി കിട്ടിയ ആൾക്കാരുടെ ഗൈഡൻസ് കിട്ടുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇങ്ങനെ SSC എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ബാങ്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഈ 10% എക്സർവിസ്മെൻ കോട്ട എന്നുള്ളത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വന്നു കഴിയുമ്പോഴത്തെ നമുക്ക് കാര്യങ്ങൾ പറ്റുന്നത്. അതായത് ഈ റിസർവേഷൻ കിടക്കുന്നത് കൊണ്ട് SSC പോലുള്ള ബാങ്ക് പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്താൽ എക്സ് സർവീസുകാർക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റ്സ് ഉണ്ട്. വേക്കൻസി കൂടുതലുണ്ട്. മറ്റേതിനകത്ത് അങ്ങനെ സെപ്പറേറ്റ് PSCയിൽ അങ്ങനെ സെപ്പറേറ്റ് കട്ട് ഓഫ് ഇല്ലല്ലോ. നിങ്ങൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ. നമുക്ക് ഗ്രേസ് മാർക്ക് വെയിറ്റേജ് അനുസരിച്ച്, സർവീസ് വെയിറ്റേജ് അനുസരിച്ച് മാർക്ക് കിട്ടും. അപ്പം എനിക്ക് അന്ത്രേട്ടൻ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആദ്യം സിലബസ് കവറപ്പ് ചെയ്യണം എന്നുള്ളത് ഒരു നമ്പർ 1 പോയിന്റ് ആണ്. അപ്പോൾ ഈ ഒരു ജേണി, അതായത് ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തൊരു ജേണിയിൽ ഒരുപാട് സ്ട്രഗിളുകളും കാര്യങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. അതായത് നമുക്കൊരു ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കുമല്ലോ. ഇപ്പോൾ വീട് പണിയൊക്കെ നടക്കുന്ന കാര്യം എന്നോടൊന്ന് പറയണ്ട. ഇപ്പോൾ അനന്തരേട്ടൻ്റെ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ വീട് പണിയെ കുറിച്ചൊക്കെ പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള ഇപ്പം എക്സ് ആർമി ആൾക്കാരെന്ന് പറയുമ്പം അവർ 15 വർഷത്തെ സർവീസിന് ശേഷം വരുമ്പോഴത്തേക്ക് ഫാമിലിയിലുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഇതിൻ്റെ ഭാഗം. അപ്പോൾ ഈ ചലഞ്ചസുകളെയൊക്കെ എങ്ങനെ മീറ്റ് ചെയ്തു? ശരിക്കും പറഞ്ഞാൽ ഞാൻ റിട്ടയർ ആയതിനു ശേഷം ഒരു ഇതുണ്ടായിരുന്നു, എനിക്കൊരു കുറച്ച് നാൾ റെസ്റ്റ് എടുത്തിട്ട് വേണം പിന്നെ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങണം എന്നൊരു ചിന്തയായിരുന്നു. പക്ഷേ അത് ശരിക്കും ഒരു തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. ആ റെസ്റ്റ് എടുക്കുന്ന പോർഷൻ കൊണ്ട്
നമ്മൾ അത്രത്തോളം പുറകോട്ടായി പോവുകയാണ്. നമ്മൾ ശരിക്കും റിട്ടയർ ആവുന്നതിന് മുന്നേ നമ്മൾ എന്തെങ്കിലും ചെയ്ത് തുടങ്ങിയാൽ റിട്ടയർമെൻറ്റ് ശേഷം നമുക്കൊരു ബേസ്മെൻറ്റ് ഈ പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർന്ന് നല്ലൊരു ബേസ് ആക്കിയതിന് ശേഷം നമുക്കൊരു ജോലിയിലേക്ക് കയറാൻ പറ്റും. അപ്പം എനിക്ക് പറ്റിയ ചെറിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അതായിരുന്നു. പിന്നെ ആ റിട്ടയർ ആയതിനു ശേഷം നമ്മൾ ഒരു ജനറൽ കാൻഡിഡേറ്റിനെ പോലെ നമുക്ക് എന്താ പറയുക പഠിത്തം മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അങ്ങനെ പോകാൻ പറ്റില്ല. നമുക്ക് ഫാമിലി കൊണ്ടുപോകണം, അതേപോലെ ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്, നമ്മളെ ഏജ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം ഈവൻ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം, പ്രായവരുടെ കാര്യം നോക്കണം, എല്ലാം നോക്കണം. അപ്പോൾ അതേസമയം ഞാൻ റിട്ടയർ ആയ സമയത്ത് വീട് പണി തുടങ്ങിയ സമയമായിരുന്നു. അപ്പോൾ ഞാൻ അതേസമയം പാരലി സ്റ്റഡീസ് കൊണ്ടുപോകാൻ ശ്രമിച്ചു, പക്ഷേ ഇടയ്ക്കിടയ്ക്കൊക്കെ ബ്രേക്കായി. അപ്പം അത് എൻ്റേതായിട്ടുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു, പക്ഷേ ചിലപ്പോൾ ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളും ഉണ്ട്. അപ്പം ഇടയ്ക്ക് വെച്ച് സ്റ്റഡീസ് ബ്രേക്ക് ആവുന്നതനുസരിച്ച് എനിക്ക് അത്രത്തോളം എന്താ പറയുക ആ ഒരു ടാർഗറ്റിലേക്ക് എത്താൻ അത്രത്തോളം താമസം വന്നു. അപ്പം നമ്മൾ റെഗുലറായിട്ട് ഇപ്പം റിട്ടയർ ആയ ഒരാളെ സംബന്ധിച്ച് അയാൾ ശരിക്കും ഡെയിലി ഒരു 2 മണിക്കൂർ വൃത്തിയായിട്ട് 2 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഡിസ്ട്രാക്ഷൻ ഇല്ലാണ്ട് നമ്മൾ 2 മണിക്കൂറെങ്കിലും വർക്ക് ചെയ്താൽ ഈസി ആയിട്ട് കിട്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പലപ്പോഴും പറ്റിയെന്ന് ഞാൻ പല ബ്രേക്കുകൾ എടുത്തിരുന്നു. ഇപ്പം ഓരോരോ വീട് പണിയുടെ സ്റ്റേജ് ആയിട്ടും പല കാര്യങ്ങളും എനിക്ക് പേഴ്സണൽ ഇഷ്യൂസും ഒക്കെ ആയിട്ട് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ലാഗായി പോയി. അപ്പോൾ പുതിയൊരു ആസ്പിറന്റിനെ സംബന്ധിച്ച് റിട്ടയർ ആവുന്നതിന് ഒരു 6 മാസം മുന്നേ ചെറിയ രീതിയിൽ തുടങ്ങുക. നമ്മൾ ആ ഒരു സാധനം നമുക്കൊരു സുപ്രഭാതത്തിൽ തുടങ്ങി അങ്ങ് ഫുൾ ഫോഴ്സിൽ നീങ്ങാൻ പറ്റില്ല. പ്രത്യേകിച്ച് പഠിത്തം എന്നുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്കൊരു ഇൻട്രസ്റ്റ് കൊണ്ടുവരണം. നമ്മളൊരു പാഷനായിട്ട് കൊണ്ടുവന്നിട്ട് പതുക്കെ അതിലേക്ക് കൂടുതൽ വർക്ക് ചെയ്ത് എഫേർട്ട് ഇടുന്നതനുസരിച്ച് നമ്മൾ ആ റിസൾട്ട് വരാൻ കിട്ടും. അപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ആദ്യമേ ഇങ്ങനെ പ്രിലിംസൊക്കെ കിട്ടാൻ തന്നെ പാടായിരുന്നു. അപ്പോൾ അവിടെ വന്ന് എനിക്കൊരു സിലബസ് ക്ലിയർ ആയി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പ്രിലിംസ് ക്ലിയർ ആയി തുടങ്ങി. ആ പ്രിലിംസ് ക്ലിയർ ആയി തുടങ്ങിയപ്പോഴാണ് പിന്നെ ഞാൻ കൂടുതൽ ഇൻട്രസ്റ്റ് എടുത്ത് മെയിൻസിലേക്കൊക്കെ നോക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ മോക്ക് ടെസ്റ്റുകൾ പൊതുവെ അറ്റൻഡ് ചെയ്യുന്ന കുറവായിരുന്നു. അതുകൊണ്ടായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും റിസൾട്ട് കിട്ടാൻ താമസിച്ചത്. അപ്പോൾ പിന്നെ പതുക്കെ ഇങ്ങനെ വർക്ക് ചെയ്ത് വന്നപ്പോൾ മെയിൻസ് മീൻസ് പ്രിലിംസ് ക്ലിയർ ആയി. പിന്നെ മെയിൻസിൽ ഇപ്പോഴും ഈ കഴിഞ്ഞ മെയിൻസിലൊക്കെ പോയെന്ന് കഴിഞ്ഞാൽ സെക്ഷണൽ കട്ട് ഓഫിലൊക്കെയാണ് മാക്സിമം പോയത്. അപ്പോൾ അതിൽ ഇമ്പ്രൂവ് ചെയ്ത് ഇപ്പോൾ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. റിസൾട്ട് അറിയില്ല എന്താണ്. അപ്പം ഈ FCAയിലും ഈ SSCയിലും എല്ലാം എനിക്കിങ്ങനെ ആ ഒരു കണ്ടിന്യൂ പ്രോഗ്രഷൻ വരുത്തിയതാണ് ഗുണം ചെയ്തത്. എനിക്ക് വേറെ ഒരു കാര്യം ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ ഈ നമ്മുടെ അവിടെ തുടങ്ങുന്നവരുടെ ഒരു ചിന്താഗതി ഇതാണ് എന്ന് വെച്ചാൽ ഈ കോച്ചിങ്ങുകൾക്കൊക്കെ പോകുന്നത് ഡിഗ്രിയൊക്കെ കഴിഞ്ഞ പിള്ളേരാണ്. അപ്പോൾ അവ 20, 22, 23 വയസ്സുള്ള പിള്ളേരുടെ കൂടെ ഞങ്ങൾ ഇപ്പോൾ അതായത് ഒരു സർവീസ് കഴിഞ്ഞ ഇപ്പോൾ 35 to 40 വരെ വരുന്ന ആളുകൾ വന്നാൽ നമുക്ക് എങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റും? ഈ ഒരു തോന്നൽ എല്ലാവർക്കും ഉണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾക്കിത് ഫോളോ ചെയ്യാൻ പറ്റുമോ, അവരുടെ ഒപ്പം നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുമോ എന്നുള്ള ചിന്താഗതി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നു? സാറ് പറഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു പോയിന്റാണ്. കാരണം ഞാനും ആദ്യമേ ദിശയിൽ ജോയിൻ ചെയ്തപ്പോൾ ആദ്യത്തെ ഒരാഴ്ച എനിക്കും കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. കാരണം ഞാനും ഈ പറഞ്ഞ പോലെ ബേസ് എൻ്റെ ഒട്ടും ക്ലിയർ അല്ലായിരുന്നു. അപ്പോൾ അവിടെ വന്നപ്പോൾ ഈ നല്ല സ്മാർട്ടായിട്ടുള്ള പഠിക്കുന്ന കുട്ടികളാണ് മാക്സിമം. കാരണം ഒരു അക്കാഡമി ജോയിൻ ചെയ്യുന്ന എല്ലാവരും ജോലി വാങ്ങണം അല്ലെങ്കിൽ ചിന്തയിൽ വരുന്ന ആൾക്ക്. അപ്പോൾ എല്ലാവരും ആവറേജ് ആയിരിക്കില്ല, എല്ലാവരും എബോവ് ആവറേജ് ആയിരിക്കും. അപ്പോൾ അവരുടെ ഒപ്പം ഇരുന്ന് നമ്മളിപ്പോൾ ഒരു കണക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഒരു അപകർഷതാബോധം വരും, അയ്യോ എനിക്കൊന്നും അറിയില്ലല്ലോ. പക്ഷേ അങ്ങനെ ഒരു തോന്നേണ്ട കാര്യമില്ല. കാരണം ഈ ഒരാഴ്ചത്തെ ആ ഒരു ഇഷ്യൂ ഉള്ളൂ. നമ്മളൊരു 1-2 മാസം അവിടെ പോയി നിന്ന് അവർക്കൊപ്പം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്കും അവർക്കൊപ്പം അല്ലെങ്കിൽ അവരുടെ ഒപ്പം ശരിക്കും പറഞ്ഞാൽ അവർ ക്ലാസ് തുടങ്ങുന്നത് നമ്മുടെ ടോപ്പിക്കുകൾ തുടങ്ങുന്നത് നമ്പർ സിസ്റ്റം മുതലാണ്, മാത്സ് ഒക്കെ തുടങ്ങുന്നത് അല്ലെങ്കിൽ ബേസ് മുതലാണ് കാര്യങ്ങൾ. അപ്പോൾ പഠിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടായാൽ മതി, അല്ലാതെ ഈ ഒരു അപകർഷതാബോധം നമ്മൾ കൊണ്ടു നടക്കേണ്ട കാര്യമേ ഇല്ല. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ അവരെക്കാളും നല്ല പെർഫോമൻസുകളിലേക്ക് വന്നു. നമ്മുടെ ശ്രമം പോലെ ഇരിക്കും. കാരണം നമ്മൾ ആദ്യമേ തന്നെ നെഗറ്റീവ് വൈബാണെങ്കിൽ അത് നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് കാര്യങ്ങളിലേക്ക് മൂവ് ആവുക. പിന്നെ അക്കാഡമിയിൽ നമ്മുടെ സുഹൃത്തുക്കൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഈ കമ്പൈൻ സ്റ്റഡി അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വളരെ ഉപകാരമായിരുന്നു. കാരണം അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ യങ്ങായിട്ടുള്ള ഫ്രണ്ട്സ് ആയിരുന്നു ശരിക്കും നമുക്ക് ആ പഠിക്കാനുള്ളൊരു ഉത്തേജനം. കാരണം അവർ വർക്ക് ചെയ്യുന്ന കാണുമ്പോഴാണ് തോന്നുന്നത് എനിക്കും കുറേയെങ്കിലൊക്കെ ചെയ്യണം. കാരണം എക്സർസൈസ് മാനേജർ കാറ്റഗറിയിൽ എല്ലാവരും നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് നമുക്ക് അവർക്കൊപ്പം വർക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു പക്ഷേ ഒരു പരിധി വരെ സത്യമായിരിക്കാം. പക്ഷെ എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. നമ്മൾ ഞാൻ പറഞ്ഞ സാറേ ആ തുടക്കമാണ് ബുദ്ധിമുട്ട്. ആ ബേസ് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ നമ്മൾ അവർക്കൊപ്പമായി. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും നമ്മളിൽ തന്നെ ഇരിക്കുന്ന കാര്യമാണ്. നമ്മളത് മനസ്സിലാക്കി. ഇപ്പം ഇത് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഈ പ്രധാനമായിട്ടും പ്രിപ്പറേഷന് വേണ്ടിയിട്ട് മോക്ക് എക്സാംസ് ഒരു വലിയ പാർട്ടാണ് അല്ലേ? ഒരുപാട് മോക്ക് എക്സാംസ് എഴുതിയിട്ടുണ്ടല്ലേ? അതെ സർ. മെയിനായിട്ട് സിലബസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സിലബസ് കഴിഞ്ഞാൽ മോക്സ് ആണ്. പിന്നെ ഈ കമ്പൈൻ സ്റ്റഡി എന്ന് പറഞ്ഞ നമ്മൾ ആ ഒരു ഉച്ചവരെയുള്ള ക്ലാസ് കഴിഞ്ഞ ശേഷം ഉച്ച കഴിഞ്ഞ് എല്ലാവരുടെ കമ്പൈൻഡ് ആയിട്ട് ഇരിക്കുമ്പോൾ ഏറ്റവും വലിയ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാത്ത പോയിന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പഠിക്കാൻ പറ്റും. ഒരു പക്ഷേ ഒരു സാറിൻ്റെ അടുത്ത് പറയാൻ നമുക്ക് ലിമിറ്റേഷൻ
ഉണ്ടാവും. കാരണം സാറിന് ഇത്ര ലിമിറ്റഡ് അവേഴ്സ്, പക്ഷെ നമ്മൾ ആ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ വഴി ഒരുപാട് പ്രയോജനപ്പെടും. നമുക്ക് അറിയാത്ത ഒരുപാട് പോയിന്റ്സ് അവർ നമുക്ക് ക്ലിയർ ചെയ്ത് തരും. മെന്റേഴ്സ് ഉണ്ട്. നമ്മളിപ്പോൾ അങ്ങനെ ഒരു എക്സ്ട്രീം ബ്ലോക്ക് തന്നെ കൊട്ടാരക്കരയിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആഫ്റ്റർ ഒരു 6 months അല്ലെങ്കിൽ 1 year കോഴ്സിന് ശേഷം അവർക്ക് കമ്പൈൻഡ് ആയിട്ട് പഠിക്കാനും ലൈബ്രറി യൂസ് ചെയ്യാനും ലാബ് യൂസ് ചെയ്യാനുമുള്ള ഫെസിലിറ്റി എല്ലാം കൊടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ മോക്ക് എക്സാംസ് ആണ് ആഫ്റ്റർ നമ്മൾ എന്ത് ചെയ്യേണ്ടത് 1 yearന് ശേഷം മെയിൻലി പ്രാക്ടീസ് ചെയ്യേണ്ടത്. അത് ഇവരുടെ ഒരു അനുഭവത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ കാര്യമാണ്. ഇനി എനിക്ക് പറയാനുള്ളത് പുതുതായിട്ട് വരുന്ന കുട്ടികളോട് അല്ലെങ്കിൽ പുതുതായിട്ട് തുടങ്ങുന്ന ഈ സർവീസിൽ നിന്ന് വരുന്ന ആളുകളോട് അവർക്ക് ഏതൊക്കെ സാധ്യതകളാണ് ഈ SSC എക്സാംസ് എഴുതിയാൽ കിട്ടുന്നതെന്നൊന്നും പറഞ്ഞു കൊടുക്കാം. ഒരു വർഷം SSCയുടെ ഏതൊക്കെ എക്സാംസുകളുണ്ട് എന്നുള്ളത്. SSCയിൽ ഇപ്പോൾ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് SSC MTS ഹവിൽദാർ ആ പോസ്റ്റാണ്. അത് നെക്സ്റ്റ് അത് ലെവൽ 1 പോസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് ലെവൽ 2 എക്സാംസ് ആണ് CHSL കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാം. അതിനുശേഷം വരുന്നതാണ് SSC CGL. CGL ആണ് ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ജോബിലേക്ക് വരാം. ഈ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ വരെയുള്ള ജോബ്സിന് എക്സർവിഷൻ കോട്ട അവൈലബിൾ ആണ്. അപ്പോൾ പിന്നെ ഹയർ എക്സ്പീരിയൻസ് എല്ലാം UPSC നോക്കുന്നുണ്ട്. അപ്പോൾ CGL വരെയാണ് SSC വഴി നമുക്ക് ഏറ്റവും പെട്ടെന്ന് റിസൾട്ടുകൾ വരുന്നുണ്ട്. അതൊരു അഡ്വാൻറ്റേജ് അല്ലേ? നമ്മൾ മറ്റ് എക്സാമുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വർഷം തന്നെ എല്ലാ റിസൾട്ടുകളും പെട്ടെന്ന് എനിക്ക് തോന്നുന്നു CGL 2022 21 ഉണ്ടായിരുന്നെന്ന് തോന്നുന്നല്ലോ അല്ലേ? 21 കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ടയർ 2 എങ്ങാണ്ട് പോയി. 21 ഞാൻ എഴുതിയില്ല. 20 ആണോ? അല്ല 23 ബാങ്കിങ് എക്സാംസ് ആണ് കൂടുതൽ കിട്ടിയത്. ബാങ്കിങ് ആണ് കൂടുതൽ കിട്ടിയത്. അപ്പം CGL ഇപ്പം ആദ്യം ജോയിൻ ചെയ്ത ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ജോയിൻ ചെയ്തു. അത് എത്ര നാളായി? ഏത് ലൊക്കേഷനിലാണ് കയറിയത്? അതിപ്പോ കേരള റീജിയൻ തന്നെ കിട്ടിയിരുന്നു. അതിൽ കൊല്ലം FCI ഡിപ്പോയിലാണ് ഡിപ്പോ അസിസ്റ്റന്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് മാറാനായിട്ട് പോവാണ് പോസ്റ്റലിൽ സോർട്ടിംഗ് അസിസ്റ്റന്റ് ആയിട്ട്. ഓക്കെ. അപ്പം ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഫാമിലി ആയിട്ടുള്ള അച്ഛനമ്മ അവരൊക്കെ എവിടെയാണ് താമസം? ഇവിടെ തൊട്ട് ചേർന്ന് തന്നെയാണ്. ഇതിപ്പോൾ ഈ വീട് വെച്ചിട്ട് ഇപ്പോൾ 1 കൊല്ലം ആയതേ ഉള്ളൂ. തൊട്ട് ചേർന്ന് തന്നെയാണ് കുടുംബം. അവിടെ അമ്മയുണ്ട്. അച്ഛൻ 5 വർഷം മുന്നേ ഞാൻ മരിച്ചിരുന്നു. പിന്നെ ഇപ്പോൾ ഇവിടെ വൈഫും മോളും ഞാനുമാണ്. നാട്ടിൽ സുഹൃത്തുക്കള് ചെറുപ്പമുള്ള സുഹൃത്തുക്കളെല്ലാവരും ഉണ്ട്. പിന്നെ കുറെ പേരൊക്കെ ജോലിയൊക്കെ ആയിട്ട് പുറത്തോട്ടൊക്കെ പോയി. ഇങ്ങനെ തിരിച്ചു വന്നപ്പം സുഹൃത്തുക്കളുടെ ഒക്കെ ഒരു എങ്ങനെയാണ് പഠിക്കാനായിട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് അവരോടെല്ലാം ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു കാര്യങ്ങളെല്ലാം. ഇങ്ങനെയാണ്, ഇതാണ് എൻ്റെ ഡിസിഷൻ, ഇതാണ്, ഇങ്ങനെ വരണം. എനിക്ക് ബേസിക്കലി പുറത്തോട്ട് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ നേവിയിൽ തന്നെ ഏവിയേഷൻ സൈഡ്, ഏവിയേഷൻ നോൺ ടെക്നിക്കലായിരുന്നു. അപ്പോൾ പുറത്തെ എയർപോർട്ടുകളിലൊക്കെ ശ്രമിക്കാമായിരുന്നു. പക്ഷേ ഞാൻ ആദ്യമേ ഡിസൈഡ് ചെയ്തിരുന്നു അങ്ങനെ പുറത്തേക്ക് അധികം താല്പര്യമില്ല. കാരണം നമ്മൾ 15 വർഷം സർവീസ് ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും നാട്ടിൽ നിന്ന് സെർവ് ചെയ്യാൻ പറ്റണം. അതും ഒരു നല്ലൊരു സീരിയസ് ആയിട്ടുള്ള ജോലി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. ബിസിനസ് എന്ന ഫീൽഡിലേക്ക് പോകാനൊന്നും അത്ര എക്സ്പീരിയൻസും ഇല്ല. ഇന്നത്തെ കാലത്ത് വളരെ ബുദ്ധിമുട്ടാണ്. ഇത് കുറെ കൂടെ സേഫസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷനിൽ വന്നതാണ്. വൈഫും വർക്കിംഗ് ആണ്. അപ്പോൾ ഞാനിവിടെ വർക്ക് ചെയ്താൽ ഫാമിലി ബാലൻസ് ചെയ്ത് പോവാം. അതെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അങ്ങനെ ആരും അങ്ങനെ നെഗറ്റീവ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മുടെ മൈൻഡ് തന്നെയാണല്ലോ നമ്മളെ ഇത് ചെയ്യേണ്ടത്. നമ്മൾ പോസിറ്റീവ് ആയിട്ട് ചിന്തിച്ചാൽ കാര്യങ്ങളെല്ലാം ഓക്കെ ആവും. അല്ല എനിക്ക് കിട്ടത്തില്ല ഒരു റിട്ടയർ ആയ ഒരു മനുഷ്യന് ആദ്യമേ തന്നെ കിട്ടത്തില്ല, അല്ലെങ്കിൽ ഞാൻ അതിന് പറ്റിയ ആളല്ല, ഞാൻ സെക്യൂരിറ്റി പണിക്ക് പോകാൻ ചിന്തിച്ചാൽ പിന്നെ അയാൾ എത്ര മെടുക്കനാണെങ്കിലും അയാൾ ആവില്ല, പറ്റത്തില്ല. അതാണ് ഇങ്ങനൊരു സാധ്യത ഉണ്ട്. ഇത് അതിനനുസരിച്ച് കൃത്യമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം തന്നെ നമ്മുടെ അക്കാഡമിയിൽ സർവീസിലുള്ള രഞ്ജിത്ത് എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ ഇൻ്റർവ്യൂ നമ്മളിപ്പോൾ ചെയ്തതാണ്. അതുപോലെ തന്നെ ഒരുപാട് സാർമാർ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം നല്ലൊരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കൃത്യമായിട്ടും എക്സാംസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് പറയാനുള്ളത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഒട്ടും സമയം കളയാതെ തന്നെ ഒട്ടും സമയം കളയാതെ തന്നെ കൃത്യമായിട്ട് സിലബസ് ആദ്യം കവറപ്പ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ മോക്ക് എക്സാംസ് അതുപോലെ പ്രാക്ടീസുകൾ കൃത്യമായിട്ട് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കൃത്യമായ ടൈമിൽ തന്നെ എക്സാംസ് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അനന്തരേട്ടൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളെല്ലാവരോടും പങ്കുവച്ചത്. എല്ലാവർക്കും അത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.